ഈ കുഞ്ഞുങ്ങളെ ആശീർവദിക്കണമെന്ന് ദേവി നാമത്തിൽ അപേക്ഷിക്കുന്നു. കഥാപ്രസംഗം ആരംഭിക്കുകയാണ്. നമസ്തേ. ശ്രീ തിരുവട്ടൂരമ്മയുടെ തിരുമുന്നിൽ എനിക്കൊരു കഥയെ അവതരിപ്പിക്കാൻ അവസരം നൽകിയ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഉത്സവ കമ്മിറ്റി അംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. എന്റെ കൂടെയുള്ളത് എന്റെ അനുജത്തി ഗൗതമി ശ്രീകുമാറാണ്. എന്റെ പേര് ഗൗരി ശ്രീകുമാർ. ഞാനിന്ന് പറയാൻ പോകുന്നത് കണ്ണനെ സ്നേഹിച്ച പൂന്താനത്തിന്റെ കഥയാണ്. കഥാപ്രസംഗ രംഗത്ത് ഖണ്ഡകാവ്യങ്ങൾ തുടങ്ങി വിശ്വോത്തരങ്ങളായ സാഹിത്യ സൃഷ്ടികൾ വരെ കലാ ആസ്വാദകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള കഥാപ്രസംഗ കല എന്റെ അഭിപ്രായത്തിൽ ഇന്ന് ദാർത്തങ്ങളിൽ നിർത്തിയിരിക്കുന്നു. കഥകളും കവിതകളും നോവലുകളും ഉപേക്ഷിച്ച് തീസീസുകളിലേക്ക് പോയിരിക്കുന്നു, പ്രബന്ധങ്ങളിലേക്ക്. ആത്മീയവാദവും ഭൗതികവാദവും തമ്മിൽ കോർത്തിണക്കിയ തീസീസ് കഥാപ്രസംഗ രംഗത്തെ ഒന്നിളക്കി മറിച്ചിട്ടുണ്ട്. ആ ചുവട് പിടിച്ചുള്ള കഥ ഞാനും അവതരിപ്പിക്കുന്നു. ഈ കഥ ആദ്യന്തം സശ്രദ്ധം കേട്ട് നിങ്ങളുടെ വിലയേറിയ നിരൂപണങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അതുണ്ടാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാത്സല്യ സമ്പൂജിതരെ ഞങ്ങൾ സമന്വയം സമർപ്പിക്കട്ടെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ശ്രീ ഗുരുവായൂരപ്പന്റെ ഇഷ്ടതോഴനായി ക്രിസ്തുവബ്ദം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഒരു നമ്പൂതിരിയുടെ കഥ. ഇന്നലെ എന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി കണ്ടതടിക്കൂ വിനാശവും, ഇന്ന നേരം ഇന്നേതും അറിഞ്ഞില്ല. കൃഷ്ണചിന്ത തുളുമ്പുന്ന ഗീതങ്ങളും ഭക്ത്യാധിഷ്ഠിത തത്വചിന്ത പ്രകാശിപ്പിക്കുന്ന കാവ്യങ്ങളും കൊണ്ട് മലയാളികളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പൂന്താനത്തെ കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ട്. പൂന്താനം എന്ന ഇല്ലപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ നെന്മേനി അംശത്തിൽ പൂന്താനം അഥവാ പൂങ്കാവനം എന്ന കവിഗ്രഹത്തിലെ ഒരു നമ്പൂതിരി, ശുദ്ധനായ ഒരു നമ്പൂതിരി. ഏറെക്കാലം പൂന്താനത്തിന് മക്കളില്ലായിരുന്നു. ആ ദുഃഖത്തിലും അദ്ദേഹം കൃഷ്ണനിൽ അഭയം തേടി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാൽ. ഉണ്ണികളും കനിഞ്ഞു. വളരെ കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പൂന്താനത്തിന് ഒരു ഉണ്ണി പറഞ്ഞു. ഉണ്ണിക്കണ്ണനെ പോലെ സുന്ദരനായ ഒരു ഉണ്ണി. പൂന്താനത്തിനും അദ്ദേഹത്തിന്റെ വേലിക്കുമുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഉണ്ണിയുടെ അന്നപ്രാശനാടി എന്ന കർമ്മം, ചോറൂണ് കർമ്മം, കഴിവിനൊത്തവണ്ണം അത് ആർഭാടമായി തന്നെ നടത്താൻ അവർ തീരുമാനിച്ചു. എല്ലാവരെയും ക്ഷണിച്ചവരെല്ലാം വന്നു. മുഹൂർത്തം രാത്രിയിലായിരുന്നു. ഉണ്ണിയെ ഒരു ഭാഗം തുറക്കി കിടത്തിയിട്ട് പൂന്താനത്തിന്റെ പത്നി അതിഥികളെയും മറ്റും സ്വീകരിക്കുന്നതിന് വേണ്ടി ഉമ്മറത്തേക്ക് പോയി. ഈ സമയം അതിഥിയായി വന്ന ഏതോ ഒരു സ്ത്രീ ഉണ്ണി കിടന്നുറങ്ങുന്നത് ശ്രദ്ധിക്കാതെ തന്റെ ഉത്തരീയം ഉണ്ണിയുടെ മേലെ ലക്ഷ്യമായിട്ടിട്ടു. പിന്നാലെ വന്ന മറ്റൊരു സ്ത്രീ തന്റെ മേൽമുണ്ടൂടി അവിടെ ഇട്ടു. ചോറൂണിന്റെ മുഹൂർത്തത്തിന് അല്പം മുമ്പ് ഉണ്ണിയെ എടുത്ത് കുളിപ്പിക്കുവാനായി വന്ന ആ അമ്മ കണ്ടത് വെറും തുണിക്കെട്ടുകൾക്കിടയിൽ ശ്വാസം പൊട്ടി വലിച്ചു കിടക്കുന്ന തന്റെ പൊന്നോമന പുത്രനെയാണ്. എന്റെ മോനെ, നിനക്ക് എന്ത് പറ്റി? കണ്ണു തുറക്കടാ, അവർ വാവിട്ട് വിളിച്ചു. പൂന്താനവും ഈ കാഴ്ച കണ്ട് സങ്കടം സഹിയാതെ തലതിരിഞ്ഞു. ആറ്റുനാറ്റുണ്ടായൊരുണ്ണി, ആയിരം നേർച്ച നേർന്നുണ്ടായൊരുണ്ണി, ആദി സമ്മാനിച്ചു പോയോരി ആരോമലാ കണ്ണനുണ്ണി. പുത്രവ്യോ
കൃഷ്ണ കൃഷ്ണ ഗോവിന്ദനാഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അത്യന്തം ദുസ്സഹങ്ങളായ വ്യസനങ്ങൾ നേരിടുന്ന കാലങ്ങൾ ധ്യാനത്താൽ മനസ്സിന് സമാധാനം ഉണ്ടാകുമത്രേ. പുത്രവിയോഗത്തെ തുടർന്ന് പൂന്താനം ഗുരുവായൂരപ്പനിൽ അഭയം തേടി. പൂന്താനം ഗുരുവായൂർ അമ്പലത്തിലെത്തുമ്പോൾ അവിടെ ഒരാൾ രോഗശമനത്തിന് ഭജനയിരിക്കുന്നുണ്ടായി. മഹാസംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. വിദ്വാനായ ഭട്ടതിരിക്ക് പൂന്താനത്തോട് അകമേ പുച്ഛമാണ്. പൂന്താനം ഒരു ദിവസം ഭട്ടതിരിയെ കാണാൻ എത്തി. ഒപ്പം താൻ രചിച്ച കാവ്യവും കയ്യിൽ കരുതി. എന്താ പൂന്താനം? ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ വന്നതാ. ഓഹോ, കണ്ടൂലോ, എന്നാ പോയിക്കൂടെ? അല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ഒരു കൃതി അല്ല വികൃതി പിഴകൾ തീർത്താൽ കൊള്ളാം. ഭട്ടതിരി പുച്ഛത്തോടെ പൂന്താനത്ത് നോക്കി. ഇത് സംസ്കൃത കാവ്യാണോ? അല്ലല്ലോ. വിദ്വാനായ ഈ ഭാഷ കവി കാണിക്കാൻ താങ്കൾക്ക് ഇങ്ങനെ ധൈര്യം വന്നു? അതുമല്ല, വിഭക്തി അറിയാത്ത നിങ്ങൾ എഴുതിയതെല്ലാം അബദ്ധങ്ങളുമായിരിക്കും. കൊണ്ടുപോയി വല്ല ഭാഷ നമ്മളെയും കാണിച്ചു. ക്രൂരമായ പരിഹാസ വാക്കുകൾ കേട്ട് ഹൃദയം തകർന്നു പോയ പൂന്താനം ആ കൃഷ്ണ സന്നിധിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ച് പൂന്താനം തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഇരുകാലുകളിലും പിടിച്ച് വേദന സഹിയാതെ ഭട്ടതിരി പൊട്ടിക്കരഞ്ഞു. ശമിച്ചിരുന്ന വാതരോഗം കലശലായി. അപ്പോൾ അവിടെയതാ ഒരു ദിവ്യപ്രകാശം, ഒരശരീരം. കൃഷ്ണന്റെ ഈ സ്വരം പാണ്ഡിത്യ ഗർഭമൂഢ ഭട്ടതിരി എത്രയും പെട്ടെന്ന് ഈ ഭാഷാകവിയുടെ സങ്കടം തീർക്കണം. എന്നാലേ ഈ വാതരോഗം ശമിക്കും. പൂന്താനത്തോടുള്ള ദൈവപ്രീതി കേട്ട് ഭട്ടതിരി അന്തം വിട്ടു. പൂന്താനത്തിന്റെ കാലിൽ പിടിച്ച് മാപ്പപേക്ഷിച്ചു. ആ ഭാഷാകാവ്യം വായിച്ച് ഭട്ടതിരി പ്രശംസിച്ചു. പൂന്താനത്തെ അപമാനിക്കുന്നത് ഗുരുവായൂരപ്പൻ സഹിക്കില്ല. അത്രയ്ക്കാണ് ആ ഭക്തനോടുള്ള പ്രേമം. കുറവാണെങ്കിലും ഗുരുവായൂരമ്പലത്തിൽ പല പണ്ഡിതന്മാരും ഭാഗവതം വായിച്ച അർത്ഥം പറയുന്നത് കേട്ട് ഭാഗവതം തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമായി. പിന്നെ ആര് ഭാഗവതം വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനം വേണമെന്നായി ആളുകൾക്ക്. അതോടെ പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തോട് അസൂയയുമായി. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം അവർ തീരുമാനിച്ചു. അന്ന് ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട രുക്മിണി സ്വയംവരമായിരുന്നു ഭാഗവതം. രുക്മിണിയുടെ ദൂതുമായി ഒരു ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ എത്തിയതാണ് സന്ദർഭം. രുക്മിണി എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരെഴുത്തും കൊടുത്തയച്ചു എന്ന് പൂന്താനം അർത്ഥം പറഞ്ഞു. ആ പറഞ്ഞത് ശരിയല്ല. എഴുത്ത് കൊടുത്തയച്ചു എന്ന് ഏത് ശ്ലോകത്തിലാണ് പറയുന്നത്? പൂന്താനം ലഭ്യനാണ്. അപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്നും ഒരശരീരം. അപ്പോൾ എഴുത്ത് കൊടുത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറയുന്നത്? ആ പണ്ഡിതൻ എന്റെ അടുക്കലേക്ക് വന്നപ്പോൾ രുക്മിണിയുടെ ഒരു എഴുത്ത് കൂടി കൊണ്ടുവന്നു. സാക്ഷാൽ കൃഷ്ണന്റെ ശബ്ദം കേട്ട് അവിടെ കൂടിയിരുന്നവർ അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ പൂന്താനത്തിന്റെ രക്ഷയ്ക്കെത്തി. പൂന്താനത്തിന്റെ ഖ്യാതി നാടെങ്ങും പരന്നു. പിന്നെ ക്ഷേത്രത്തിൽ നമസ്കാര ഭക്ഷണത്തിന്റെ സമയത്ത് പൂന്താനത്തിനെ സ്ഥിരമായി മാന്യസ്ഥാനത്തെത്തി ആദരിച്ചു. എന്നാൽ അന്നൊരു ദിവസം പൂന്താനം ഇന്ന് നമസ്കാരത്തിക്ക് മാന്യസ്ഥാനത്തിരിക്കണ്ട, ക്ഷേത്രത്തിൽ മഹാപണ്ഡിതൻ വന്നിരിക്കുന്നു. വിദ്വാനും വേദാഹനുമായ ഇദ്ദേഹത്തിന് വേണ്ടി പൂന്താനം സ്ഥാനം കൊടുക്കുക. ക്ഷേത്രാധികാരികളുടെ തീരുമാനം പൂന്താനത്തിനെ ദുഃഖത്തിലാക്കി. ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ അദ്ദേഹം വിശ്വസിച്ചു. എന്റെ ഒഴിഞ്ഞു കൊടുക്കില്ലെന്നോ? ഇത്രയ്ക്ക് അഹങ്കാരായോ? എഴുന്നേക്ക് പോണത് ഇല്ല.
പൂന്താനത്തിനെ പിടിച്ചു വലിച്ച് അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. ഇല്ല ഇല്ല, എനിക്കൊരു സ്ഥാനവും വേണ്ട. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം കൃതാ. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭക്തവത്സല, ഞാൻ ഇവിടെ ഇരിക്കാൻ അർഹനല്ലെന്ന് ഞാൻ പോണു. അപ്പോൾ ശ്രീകോവിലിൽ നിന്നും പ്രശരീകരിക്ക. ഈ ദുഷ്ട സംസർഗം വീണ്ടൊഴിച്ചിടുക, ഈ സഹവാസം ത്യജിക്കാനൊരുങ്ങുക. നീ ഇവിടെ വരികയോ ഈ ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്കുകയോ എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ പൂന്താനത്തിന്റെ ഇല്ലത്ത് വന്നിരിക്കുന്നു. പൂന്താനം ഇത് കേട്ട് സന്തോഷിച്ച് ഭഗവാനെ കാണുവാണെങ്കിൽ തന്റെ ഇല്ലത്തേക്ക് പോയി. ഇല്ലത്തെത്തി അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ അവിടേക്ക് എഴുന്നേറ്റു. നീ ഇവിടെ ഇരുന്ന് എന്നെ സേവിച്ചാൽ മതി. എന്റെ സാന്നിധ്യം എന്നും ഇവിടെ. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭക്തവത്സല, ഞാൻ എന്ത് സുഗമമാണ് ചെയ്തത്. പൂന്താനം ഭഗവാനെ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. കണ്ണു തുറന്നപ്പോഴേക്കും ഭഗവാൻ അപ്രത്യക്ഷനായി. കൃഷ്ണ, 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 കൃഷ്ണ ഗോവിന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. പൂന്താനം ഭഗവാനെ കണ്ട സ്ഥലത്ത് ഒരു കൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അവിടെ ഒരു ശ്രീകോവിൽ പണിതു. അവിടെ നിത്യവും നിവേദ്യവും അർപ്പിച്ചു. ഇന്നും പൂന്താനം പ്രതിഷ്ഠിച്ച ആ വിഗ്രഹവും ആ ക്ഷേത്രവും അവിടെ തന്നെയുണ്ട്. ആ സ്ഥലം പൂന്താനം ഇരുന്നതിന്റെ ഇടതുവശത്തായതിനാൽ അതിന് ഇടതുപുറത്തമ്പലം എന്ന് പേരിട്ടു. പിന്നെ പൂന്താനത്തിന് ദീർഘായുസോടുകൂടിയ സന്താനങ്ങൾ ഉണ്ടാവുകയും അർത്ഥപുത്രമിത്രാദികളോടുകൂടി ദീർഘകാലം ജീവിക്കാനും സാധിച്ചു. പൂന്തേനാകുന്ന കാവ്യങ്ങൾ ഭഗവാന്റെ ദൃശ്യവിളിയിൽ അർപ്പിച്ചു. ആ ഗോകുലത്തെ ഭഗവാൻ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ടതടിക്കോ വിനാശവും, ഇന്ന നേരം ഇന്നേതും അറിഞ്ഞില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇത്രയും നേരം എന്റെ കഥാപ്രസംഗം സശ്രദ്ധ കേട്ടിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പോരെ 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 പോരെ